ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു നല്ലൊരു വീടാണ്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. നമുക്ക് ഇവിടെ കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നും വെറും 4.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കമ്പനിയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു, വെറും 35 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. HMT ജംഗ്ഷനിലേക്ക് 4.8 കിലോമീറ്ററും KV സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് വെറും 2.6 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നോക്കിയാൽ 3.2 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കാക്കനാട് ഭാഗങ്ങളിലേക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകണമെങ്കിൽ 8.9 കിലോമീറ്റർ. കുസാറ്റ് വളരെ അടുത്താണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ വെറും 3.9 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. അടുത്തൊരു മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും അതിനടുത്തായിട്ട് വരുന്നത് മുട്ടമാണ്. ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 3.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ 6.5ഉം എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഷോപ്പുകളാണെങ്കിലും റോഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം. മെട്രോ സ്റ്റേഷൻ, കുസാറ്റ് എല്ലാം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഒറ്റ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് നിങ്ങൾ കണ്ടു. നമ്മൾ വീടിന്റെ ആ ഒരു മതിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നല്ല സിമ്പിൾ ആയ ഡിസൈനിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് രണ്ട് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമ്മൾ തുറന്നിട്ട് നേരെ കടന്നു വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ചാണ് കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതിന്റെ അണ്ടറിൽ നമുക്ക് രണ്ട് ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നമുക്ക് വാട്ടറിന്റെ മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. KWയുടെ വാട്ടർ ആണ് നമുക്ക് ഇവിടെ വെള്ളത്തിനുള്ള സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒറ്റനില വീടാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ താഴെ ഭാഗത്തോട് നമുക്ക് വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്ക് പോകാവുന്ന വഴിയാണ്. അവിടെയും ഭംഗിയായിട്ട് ടൈലൊക്കെ വിരിച്ച് നീറ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സൂക്ഷിച്ചിരിക്കുന്നത്. വാട്ടർ ടാങ്ക് നിങ്ങൾ ഇവിടെ കണ്ടു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അലക്ക് കല്ല് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെയും നല്ല രീതിയിൽ സ്പേസ് വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല നീറ്റ് ആയിട്ട് ടൈലൊക്കെ വിരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കറങ്ങി ഈ ഭാഗത്ത് ആ ഒരു വർക്ക് ഏരിയ സ്പേസിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതേ ടൈലുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ടുള്ള പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ സ്പേസ് ഉണ്ട്. അതുകൂടാതെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും നല്ല സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സൈഡിലും മുകളിലെല്ലാം കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് നല്ല ഉരുണ്ട ഒരു പില്ലറാണ് വരുന്നത്. മെയിൻ ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒറ്റപ്പാളിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ടൈലാണ്, ചെറിയൊരു ഡിസൈൻ അതിനകത്ത് വരുന്നുണ്ട്. ഈ റൂമിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് ആണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു ആർച്ച് മോഡൽ നല്ല ഡിസൈനിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു 6 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എയർ ഹോൾസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ബേസിനും ബാക്കിലൊക്കെ ടയർ ഒട്ടിച്ച് മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ക്രോക്കറി സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് പ്ലേറ്റ്സും കട്ട്ലറീസ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ലിവിംഗ് റൂം കണ്ടു, ഡൈനിങ് റൂം കണ്ടു. നമുക്കിനി ഇവിടെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഞാൻ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡോറിന്റെ പാറ്റേൺ എല്ലാം വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 ചെറിയ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് സൂക്ഷിക്കാനായിട്ട് ചെറിയൊരു വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു മിറർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡ്രസ് ചെയ്യാനുള്ള പർപ്പസിനൊക്കെ ആയിട്ട് നല്ലൊരു മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്ലോറിലെല്ലാം ഒരു ബ്ലൂ കളർ ടൈലും വോളിൽ വന്നിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുമാണ് ടൈല് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചെറിയ സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ അവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറെല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ആണ് ഇവിടെ കിട്ടുന്നത്. വോളിൽ നമുക്ക് ചെറുതായിട്ടൊരു വാർഡ്രോബ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ റൂമുകളിലും ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ് ചെയ്യേണ്ട പർപ്പസിനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെയും ഒരു മിറർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനുകൾ തന്നെയാണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബാത്റൂമും ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ട് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഈ സ്ലാബ് എല്ലാം നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ്. മുകളിലും താഴെയൊക്കെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. കിച്ചൺ ഓൾറെഡി എയർ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സോസ്റ്റ് ഫാൻ കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്. റൂഫും സൈഡിലും എല്ലാം കവർ ചെയ്തിട്ട് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെറസ് പ്ലെയിൻ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ 2 വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ വീടിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കുസാറ്റിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. മെട്രോ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ആലുവ, ഇടപ്പള്ളി, കാക്കനാട് എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3.17 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 612 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3.17 ആണ് ലാൻഡ് അളവ് വരുന്നത്. 612 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. 2 ചെറിയ കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബഡ്ജറ്റിൽ ഒരുപാട് പേര് വീട് അന്വേഷിക്കുന്നുണ്ട്. ബഡ്ജറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു. 35 ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്ന പ്രൈസ്. 35 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് വളരെ ചെറുതായിട്ടൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഓണറുമായിട്ട് സംസാരിക്കാവുന്നതാണ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വീട് ഞങ്ങൾ സ്വന്തമാക്കി തരാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ലോൺ വ്യവസ്ഥയിൽ വീട് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് സഹായിക്കുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. വൈകണ്ട. ബഡ്ജറ്റ് കുറഞ്ഞ വീടാണ്, പെട്ടെന്ന് സെയിലായി പോകും. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ഉടനെ വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.